ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ഈ സ്വാന്തന കൂടാരത്തിലേക്ക് സ്നേഹാദരോടുകൂടി വന്ദനം. ഡിസംബർ മാസം തണുപ്പിൻ്റെയും ക്രിസ്മസിൻ്റെ ഒരുപാട് ഓർമ്മകളുടെയും ഒരു കാലമാണ്. പരിശുദ്ധ സഭ എൽദോ നോമ്പിലൂടെ ഒരു നല്ല ക്രിസ്തു അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് പതിയെ പ്രാർത്ഥനയോടെ നീങ്ങുന്നൊരു കാലവും കൂടിയാണ്. ക്രിസ്തുമസ് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് എന്താണ് കനിവോടെ നൽകുന്നത്? ഓരോ ഭവനവും കൂടുതൽ അലങ്കരിക്കുന്നൊരു സമയം കൂടിയാണ് ക്രിസ്മസ്. ഒരു നക്ഷത്രമാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയൊരു അടയാളം. അത്തരമൊരു നക്ഷത്രത്തെ പിന്തുടർന്ന് വിജ്ഞാനികളായ ആളുകൾ യേശുവിൻ്റെ സന്നിധിയിലെത്തിയതായിട്ട് സുവിശേഷം രേഖപ്പെടുത്തുന്നുമുണ്ട്. എന്നിട്ടും ചില വീടുകളിൽ ഒരു ക്രിസ്മസ് നക്ഷത്രം തൂക്കുവാനായിട്ട് കുറച്ചധികം പരിഭ്രമിക്കുന്നുണ്ട്. അതൊരു വർണ്ണക്കടലാസിൽ തീർത്ത നക്ഷത്രം വാങ്ങുവാനായിട്ടുള്ള ഒരു സാമ്പത്തിക ഭാരത്താലല്ല, മറിച്ച് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് കുറച്ച് വെളിച്ചം നിറഞ്ഞ ചിന്തകളുള്ളത് കൊണ്ടുകൂടി ആവണം. ഒരു ക്രിസ്മസ് നക്ഷത്രം ഒരു ഭവനത്തിൻ്റെ പൂമുഖത്ത് തൂക്കിയിടുമ്പോൾ അതിനകത്തൊരു അപകടം കൂടി ഉണ്ടെന്ന് ഇനിയെങ്കിലും ക്രിസ്തു ഭക്തരൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. അപകടം എന്തെന്ന് ചോദിച്ചാൽ, ആ ക്രിസ്തുമസ് നക്ഷത്രം കൊടുക്കുന്ന ആ തെളിമയും തെളിച്ചവും വെളിച്ചവും ഒക്കെ കണ്ട് ആരെങ്കിലും ആ ഭവനത്തിലേക്കൊന്ന് എത്തി നോക്കിയാൽ, ആ ഭവനത്തിലേക്കൊന്ന് വന്നു കയറിയാൽ, ആ വരുന്നവർക്ക് കൊടുക്കാനായിട്ട് എന്ത് ക്രിസ്തു അനുഭവം അവർ കരുതി വെച്ചിട്ടുണ്ടാവും. ഒരു നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ ഭക്തരായ നാം ഓരോരുത്തരും കടന്നു പോകുന്ന ഈ വലിയ വിലയേറിയ സന്ദർഭത്തിൽ ഓരോ ദിവസത്തെയും പ്രാർത്ഥനകളിലൂടെയും ഉപവാസത്തിലൂടെയും ജാഗ്രതയിലൂടെയും ഒക്കെ നാം നേടിയെടുക്കേണ്ട ഒരു ക്രിസ്തു അനുഭവമുണ്ട്. അത്തരമൊരു അനുഭവം ഈ ഭവനത്തിനുള്ളിലുണ്ടെന്നുള്ള ഒരു ഉറക്കെയുള്ള പരസ്യ പ്രഖ്യാപനം കൂടിയാണ് പൂമുഖത്ത് തൂക്കിയിടുന്ന ഓരോ വർണ്ണക്കടലാസിൽ തീർത്ത നക്ഷത്രവും തരുന്ന സൂചന. അതുകൊണ്ട് തന്നെ നക്ഷത്രം ഒഴിവാക്കണമെന്നല്ല, നക്ഷത്രം പുറത്ത് ഉറപ്പിക്കുന്ന ആ ക്രിസ്തു അനുഭവം നമ്മുടെ ഭവനത്തിനുള്ളിലും നമ്മുടെ ഹൃദയത്തിനുള്ളിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് ഒരു വലിയ ബാധ്യതയുണ്ട് ഓരോ വിശ്വാസിക്കും, വിശ്വാസികളടങ്ങുന്ന ഓരോ ഭവനത്തിനും. അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിനെ അന്വേഷിച്ചെത്തുന്ന ഏതൊരാൾക്കും കൊടുക്കാനായിട്ട് ആ എന്തെങ്കിലുമൊക്കെയുള്ള ഒരു കരുണയുടെ തണുപ്പ് നിറഞ്ഞ സ്നേഹാനുഭവം കാത്തു സൂക്ഷിപ്പാനായിട്ട് ഓരോ ഭവനവും ഒന്ന് ഒരുങ്ങേണ്ടതാണ്. ക്രിസ്തുമസ് നമ്മളുടെ ജീവിതത്തിൽ തരുന്ന ഏറ്റവും നല്ല സൂചനയോ സന്ദേശമോ എന്ന് പറയുന്നത് ഇമ്മാനുവേൽ, അവൻ നമ്മോടുകൂടെ എന്നുള്ളൊരു വിചാരമാണ്. ഭൂമിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു സദ്വാർത്ത കൂടിയാണ് അത്. ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളത്. നമ്മൾ ദൈവത്തോടൊപ്പമാണ് എന്ന് പറയുന്നതിനേക്കാളും കുറേ കൂടി ഒരു വലിയ സത്യവും സാഹചര്യവും സാധ്യതയുമൊക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉള്ളതിനകത്തുണ്ട്. മറിച്ച് നമ്മൾ ദൈവത്തോടൊപ്പമാണെന്നുള്ളൊരു സങ്കല്പത്തിലേക്കാണ് ക്രിസ്മസ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നൊരു സാധ്യത കൂടിയുണ്ട്. കാരണം രണ്ട് ചുവട് ദൈവാനുഭവത്തിലേക്കോ ദൈവത്തിൻ്റെ അടുത്തേക്കോ നാം വെക്കുമ്പോൾ ഒപ്പം തന്നെ പല വിധത്തിലുള്ള ഇരുളിൻ്റെ പ്രലോഭനങ്ങൾ മൂലം നമ്മൾ എന്തുമാത്രം ചുവട് മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെങ്കിലാണ്, ദൈവത്തോടൊപ്പമാണെന്ന് പറയുന്നതിനേക്കാളും ദൈവത്തിന് ഉറപ്പുണ്ടെന്ന് തോന്നുന്നു, ഞാൻ നിങ്ങൾക്കൊപ്പമാണ്, അവൻ നമുക്കൊപ്പമാണ്. അപ്പോൾ ഒരു അമാനുവേൽ എന്ന് പറയുന്നൊരു സ്നേഹവിചാരം തന്നെയാണ് ക്രിസ്മസിനെ ഏറ്റവും കൂടുതൽ പ്രകാശിപ്പിക്കുന്നതിന് അനുഭവം. ദൈവം നമ്മോടൊപ്പമുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു എസ്കോർട്ട് പോകുന്ന ദൈവം, ഒപ്പം വരുന്നൊരു ദൈവം ആ വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ നമുക്ക് ഭംഗിയായിട്ട് കണ്ടെത്താനായിട്ട് പറ്റും. അത് നല്ല വഴിക്ക് പോകുന്ന ഒരുവൻ്റെയും ഇടറിപ്പോയവൻ്റെ ഒപ്പം ഒക്കെ ഒരു വ്യത്യാസവും കൂടാതെ പിന്തുടരുന്ന ഒരു ദൈവാനുഭവമുണ്ട്. ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗം പറയുന്നുണ്ടല്ലോ, യേശു തൻ്റെ സ്നേഹം എങ്ങനെയാണെന്ന്. അത് നീതിമാന്മാർക്കും പാപികൾക്കും ഒരുപോലെയാണ്, ദുഷ്ടർക്കും ശിഷ്ടർക്കും ഒരുപോലെയാണ്. എങ്ങനെ? അവർക്ക് മീതെ മഴയും മഞ്ഞും വെയിലും ഞാൻ പൊഴിക്കുന്നെന്നാണ് പറയുക. നീതിമാന്മാർക്കും പാപികൾക്കും മീതെയും ദുഷ്ടനും ശിഷ്ടനും മീതെയും ഞാൻ ഒരേ മനസ്സോടെ ഒരേ അനുതാപത്തിൽ ആണ് മഴയും മഞ്ഞും വെയിലുമൊക്കെ നൽകുന്നത്. അപ്പോൾ അത്തരമൊരു സ്നേഹാനുഭവം
ഏതൊരു മനുഷ്യൻ്റെ ഒപ്പമുണ്ടെന്ന് ആദ്യം മുതലുള്ള ഉറപ്പ് തിരിച്ചറിയാതെ പോയ ഭൂമിയിലെ മനുഷ്യരെ ഒന്നും കൂടി ബോധ്യപ്പെടുത്താനായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ശ്രമം കൂടിയായിരുന്നു സത്യത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത്. അവൻ നമ്മോട് കൂടെ ആയിരുന്നിട്ടും ഇനി നമ്മൾ അവനെ തിരിച്ചറിയാതെ പോകുന്നത്രയും വലിയ ഒരു അപരാധം, വലിയൊരു വീഴ്ചയോ തെറ്റോ ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ടോ? അപ്പോൾ ഒപ്പമുള്ള ദൈവത്തെ വീണ്ടെടുപ്പാനുള്ളൊരു കാലവും അത് അതിക്രമിച്ചിരിക്കുന്നു എന്നുകൂടിയാണ് ഒരു ക്രിസ്മസ് പറയുക. അത് നമ്മൾ ഒരു ആഘോഷത്തിൽ അവസാനിപ്പിക്കാതെ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേർക്കുവാനായിട്ട്, അത്തരമൊരു അനുഭവത്തിൽ തുടർന്നും ജീവിപ്പാനായിട്ട് ഒരു പ്രാർത്ഥനാനുഭവം ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പോൾ അമ്മാനുവേൽ അവൻ നമ്മോടുകൂടെ എന്നുള്ള ഒരു വലിയ ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിൽ ഓരോ മനുഷ്യനും എത്തിച്ചേരുവാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ആ ഒരു സ്നേഹാനുഭവം വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഏറ്റവും നല്ല ഉദാഹരണം കായൻ തന്നെയാണ്. ഒരുപാട് ഇടറിപ്പോവുകയും ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്തുകയും ആദ്യത്തെ കലാപവും കൊലപാതകത്തിനുമൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്ത ആളാണ് കായനെന്ന് വേദപുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ്. എന്നിട്ടും ആ കായനെ വിടാതെ പിന്തുടരുന്ന ഒരു പിതൃതുല്യമായ ദൈവസ്നേഹം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ആദ്യത്തെ ആരാധന, ദൈവാരാധനയുടെ സന്ദർഭം, ആ ചേട്ടനും അനിയനും അവരവരുടെ മേഖലകളിൽ നിന്നുള്ള വഴിപാട് അർപ്പിക്കുകയാണ്. അതിനകത്ത് ആരും ഒട്ടും പുറകിലല്ല, എങ്കിലും അവരുടെ മനോഭാവത്തെ ദൈവം മനസ്സിലാക്കുന്നുണ്ട്. കായൻ്റേതിനേക്കാളും കുറേയും കൂടി ഉത്തമമായ മനസ്സോടെയാണ് ഹാബേൽ ബലി അർപ്പിച്ചതിൻ്റെ പേരിൽ സ്വീകാര്യകനാകുന്നത് ഹാബേലാണ്. നീരസത്തിൽ ക്ഷുഭിതനായി മാറുന്ന കായന് ഒരു നിശബ്ദതയിലേക്ക് മാറുകയാണ്. കായൻ അങ്ങനെ ഒരു നിശബ്ദതയിലേക്ക് മാറുമ്പോൾ ദൈവം കായനെ അന്വേഷിച്ച് വരികയും എന്ത് പറ്റി നിനക്ക്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ച് അവനെ വീണ്ടെടുക്കുവാനുള്ള ഒരു സ്നേഹത്തിൻ്റെ ഇടപെടൽ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും കായന് തൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ തുറന്ന് പറയാമായിരുന്നു, അവൻ പറയുന്നില്ല. അവിടെ നിന്ന് വീണ്ടും പറയുന്നു, നിനക്കിനി അവസരമുണ്ട്. അടുത്ത ഊഴം വരുമ്പോൾ കുറേയും കൂടി നല്ല മനസ്സോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, സ്നേഹത്തോടെ ഒരു സമർപ്പണ ശുശ്രൂഷ നടത്തുന്നുവെങ്കിൽ നീയും സ്വീകരിക്കപ്പെടും. അപ്പം എക്കാലത്തേക്കും നീ തിരസ്കൃതനായിട്ടില്ല, നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ ദൈവം നടത്തുന്നുണ്ട്. വീണ്ടും പറയുന്നു, നിന്റെ മുമ്പിൽ വലിയൊരു പാപം കിടപ്പുണ്ട്, വലിയൊരു പ്രലോഭനത്തിൻ്റെ മുമ്പിലാണ് നീ. നിന്നെ അത് കീഴ്പ്പെടുത്താതെ നീ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. ഒപ്പം നീ അതിനെ കീഴ്പ്പെടുത്തുകയും മറികടന്ന് മുമ്പോട്ട് പോവുകയും വേണമെന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തുവാനായിട്ട് ദൈവം കായൻ്റെ ഒപ്പം നിൽക്കുകയാണ്. അപ്പോൾ കായനും ഈ അനുഭവമുണ്ട്. ദൈവം ഒപ്പം ഉണ്ടായിരുന്നു. ഒപ്പമുള്ള ദൈവത്തെ, നിർദ്ദേശം തരുന്ന ദൈവത്തെ, വഴി കാണിച്ചു തരുന്ന ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് കായന് തൻ്റെ അഹങ്കാര ഹൃദയം കായനെ എന്താ പറയുക, അതിന് സമ്മതിക്കുന്നില്ല, അതിന് പാകപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത്. വീണ്ടും അവിടുന്ന് കായന് ഹാബേലിനെ ഇല്ലാതാക്കാനുള്ള പുറപ്പാടിന് പോവുകയും അങ്ങനെ ഹാബേൽ ഇല്ലാതായി മാറുകയും ചെയ്തതിന് ശേഷം വീണ്ടും ഈ ദൈവം കായൻ അന്വേഷിച്ച് വരുന്നില്ലേ? അപ്പോൾ ദൈവം നമ്മോട് കൂടെ ഇടറിപ്പോകുമ്പോഴും ഇടറിപ്പോകാനുള്ള വഴിക്കും ഒക്കെ ദൈവം നമുക്ക് ഒപ്പമുണ്ട്. ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിയാതെ എന്തുമാത്രം മുറിപ്പെടുത്തുകയും വേദനിപ്പിച്ചുമാണ് നമ്മൾ നമ്മുടേതായ തന്നിഷ്ടങ്ങളുടെ വഴിയെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഹാബേൽ ആദ്യത്തെ രക്തസാക്ഷിയാവുകയാണ്. അങ്ങനെ ഹാബേൽ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കായനെ അന്വേഷിച്ച് വരുന്ന ദൈവം, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ച് വീണ്ടും കായനെ വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ക്രിസ്തുമസ് ആ ഒരു സ്നേഹാനുഭവത്തിൻ്റെ പൂർത്തീകരണമാണ്. അവൻ നമ്മോടുകൂടെ. അപ്പോൾ എൻ്റെ ഒപ്പം ഒരു യേശു ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ഒരു ക്രിസ്മസ് എനിക്ക് തരേണ്ടതാണ്. എൻ്റെ മനസ്സിനകത്തും എൻ്റെ ജീവിതത്തിനകത്തും എൻ്റെ സമസ്ത വികാരങ്ങൾക്കകത്തും ക്രിസ്തു ഒപ്പമുണ്ടെന്നുള്ള ഒരു ഉറപ്പ് ഞാൻ എഴുതി രേഖപ്പെടുത്തേണ്ടതാണ്. അതിന് വിധേയപ്പെട്ട് ജീവിപ്പാനായിട്ട് ഞാൻ എന്നെ തന്നെ ഒരുക്കേണ്ടത് കൂടിയാണ്. ക്രിസ്മസ് അത്തരമൊരു വിചാരമാണ് ഏതൊരു മനുഷ്യനും ആദ്യം തരേണ്ടത്. പിന്നെ അതൊരു വെളിച്ചത്തിൻ്റെ ഉത്സവം കൂടിയാണ്. വെളിച്ചത്തിൻ്റെ ഉത്സവമാണ് ക്രിസ്തുമസ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസിനെ നമ്മൾ
എന്തുമാത്രം വെളിച്ചങ്ങളുടെ ആഘോഷങ്ങൾ ഉറപ്പുവരുത്തിയാണ് നമ്മൾ കൊണ്ടാടുന്നത്. അകത്തും പുറത്തുമൊക്കെ ഇഷ്ടം പോലെ വെളിച്ചമുണ്ട് ഭവനത്തിൻ്റെ. പക്ഷേ മനസ്സിനകത്ത് എന്തുമാത്രം വെളിച്ചമുണ്ട് എന്നത് ഒരു ചോദ്യം. 2, ഈ നല്ല വെളിച്ചത്തിൻ്റെ ഒപ്പമാണോ എൻ്റെ ജീവിതം എന്നുള്ളത് അതിലും വലിയൊരു ചോദ്യം. വെളിച്ചമൊക്കെ കെടുത്തി കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക? നമ്മൾ ശരിക്കും നമ്മളായി മാറുന്നത് ഒറ്റയ്ക്കാവുന്ന നേരത്തും കാലത്തുമാണെന്നുള്ളൊരു വിചാരവും കൂടി ഇതിനോട് ചേർത്തൊന്ന് വായിക്കേണ്ടതാണ്. നമ്മളെന്ന് പറയുന്നത് ഒരാൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴത്തെ നമ്മളല്ല, ശരിയായ നമ്മൾ. പ്രാർത്ഥിപ്പാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളും അല്ല ഒരു ശരിയായ നമ്മളിലെ ശരിയായ നമ്മളെ കണ്ടെത്തണമെങ്കിൽ ഓരോരുത്തരും ഒറ്റയ്ക്കാവുന്ന നേരത്തെയും കാലത്തെയും കുറച്ചുകൂടി ജാഗ്രതയോടെ ഒന്ന് വീക്ഷിച്ചാൽ മതി. അവിടെ നമ്മൾ പതിയെ നമ്മളായി മാറുന്നുണ്ട്. ഓരോരുത്തരും അവനവനായി മാറുന്നുണ്ട്. അങ്ങനെ അവനവനായി മാറുന്ന നേരത്തും കാലത്തും ആ ഇടത്തിൽ എന്തുമാത്രം ക്രിസ്തു വെളിച്ചമുണ്ടെന്നുകൂടി ഒന്ന് അന്വേഷിപ്പാനായിട്ട് ഇത്തവണത്തെ ഈ 2018 ക്രിസ്തുമസ് നമ്മൾ നിർബന്ധിക്കേണ്ടതാണ്. അപ്പം അതിൻ്റെ അർത്ഥം കുറച്ചും കൂടി വെളിച്ചത്തിലേക്ക് ഒന്ന് മാറി നിൽക്കുവാനായിട്ട് ഈ ക്രിസ്തുമസ് എന്നെ ഒന്ന് നിർബന്ധിക്കുമോ? എൻ്റെ ജീവിതത്തിൻ്റെ ഇരുള് പിടിച്ച നിഗൂഢമായ നിരവധി ഇടങ്ങളിലേക്ക് ക്രിസ്തു വെളിച്ചം കുറച്ചും കൂടി എത്തുവാൻ പാകത്തിന് ഞാൻ എന്നെ തന്നെ ഒന്ന് മെച്ചപ്പെടുത്തുമോ? കുറേ കൂടി എൻ്റെ ജീവിതത്തെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാനൊന്ന് മിനക്കെടുവോ? വെറുതെ ലഭിക്കേണ്ടതല്ലല്ലോ ഒരു യേശു അനുഭവം. അതിനുവേണ്ടി ഞാൻ എന്തുമാത്രം അധ്വാനിക്കുകയും കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12 പറയുന്നത് പോലെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവനാരും അന്ധകാരത്തിൽ വസിക്കുന്നില്ല, അവനിൽ ജീവൻ്റെ വെളിച്ചമുണ്ടാവും. അപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് എന്തുമാത്രം ക്രിസ്തു വെളിച്ചമുണ്ട് എന്നതിനെ ആസ്പദമാക്കി എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് എന്തുമാത്രം സ്ഥാനമുണ്ട്, ക്രിസ്തുവിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട്, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് ആർക്കും കണ്ടെത്താനായിട്ട് പറ്റും. അതുകൊണ്ട് ഇത്തവണത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് പുറത്ത് നമ്മൾ ഒരുക്കുന്ന കൃത്രിമ വെളിച്ചങ്ങളെക്കാളും അപ്പുറത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു യേശു വെളിച്ചം ഉണ്ടാകാനായിട്ട് എന്നെ തന്നെ ഞാൻ സജ്ജരാക്കി മതിയാവും. പുറത്ത് തൂക്കുന്ന ഒരു ക്രിസ്മസ് നക്ഷത്ര വിളക്ക് എന്നതിനേക്കാളും അപ്പുറത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്തു എന്ന ആ ഒരു നക്ഷത്രത്തെ ഒന്ന് തെളിച്ചു നിർത്തുവാനായിട്ട് ഞാൻ ഒരുങ്ങിയ മതിയാവും. എപ്പോഴാണ് സത്യത്തിൽ ഈ നക്ഷത്രം ഉണ്ടായത്? അതൊരു പാതിരാവിലാണ് എന്ന് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഇരുട്ട് പിടിച്ച ജീവിത അവസ്ഥയിൽ ഒരു ക്രിസ്തു അനുഭവത്തിന് ഞാൻ എൻ്റെ ഹൃദയത്തെ ഒന്ന് വേർതിരിച്ചാൽ അവിടെ പ്രകാശമുണ്ടാവും. എന്തുമാത്രം കൂരിരുട്ടിനുള്ളിലാണ്, എന്തുമാത്രം അപകടത്തിനകത്താ, അനിശ്ചിതത്തിനകത്താ, രോഗങ്ങളും തരുന്ന പ്രതിസന്ധികളുണ്ട്, ജീവിതത്തിൻ്റെ വർത്തമാനകാലം തരുന്ന സമസ്ത ബുദ്ധിമുട്ടുകൾക്കും ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കുമൊക്കെ അകത്തകപ്പെട്ടു പോയ ഒരാളുടെ ജീവിതത്തിൽ അന്ധകാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ അന്ധകാരത്തിന് നടുവിലേക്ക് ഒരു വലിയ ജീവൻ്റെ പ്രകാശമായിട്ട് ക്രിസ്തു കടന്നു വരികയാണ്. അതാണ് സത്യത്തിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പാതിരാവിലും ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും ഒരു മൂല്യങ്ങളിലേക്ക്, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നല്ല നിലപാടിലേക്ക് വഴിമാറുന്നതിനോടൊപ്പം ഒരു പ്രകാശവും കൂടെ കടന്നു വരിക, ഒരു നക്ഷത്രത്തെ പോലെ. അപ്പോൾ എൻ്റെ ജീവിതത്തെ ഒന്ന് പ്രഭാപൂരിതമാക്കുന്ന അനുഭവത്തിൻ്റെ പേര് കൂടിയാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുമസ് എൻ്റെ ജീവിതത്തിൻ്റെ അന്ധകാരത്തെ നീക്കിക്കളയുന്ന അനുഭവമാണ്. ഞാനും ഒന്നുകൂടി മനസ്സ് വെക്കണം, ജീവിതത്തെ പ്രകാശത്തിലൊന്ന് നിലനിർത്താനായിട്ട് കുറച്ച് ധൈര്യം കാണിച്ചേ മതിയാവും. ആർക്കുണ്ട് ഇവിടെ ചങ്കൂറ്റം? അത്തരം കാര്യങ്ങൾക്ക് കുറച്ചും കൂടി അതിനെ ചലഞ്ച്, വെല്ലുവിളിയായി കാണുവാനും ഏറ്റെടുക്കുവാനുമായിട്ട് നമ്മളൊന്ന് സജ്ജരാവേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ക്രിസ്തുമസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വെളിച്ചത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ ബോധപൂർവം ഒന്ന് മാറ്റി നിർത്തുവാനുള്ള ഒരു പരിശീലനം, അതിനുവേണ്ടി ഒരു പ്രേരണ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത്തരം ചില ഉൾവിളികളുണ്ട്, ഒന്ന് കാതോർത്താൽ മാത്രം മതി. പുറമേയുള്ള ഒരാഘോഷം മാത്രമായിട്ട് ക്രിസ്മസ് ഇനി മാറിപ്പോരുത്. ഇനി ക്രിസ്മസിനെ നമ്മളൊന്ന് ഗൗരവത്തിലെടുത്താൽ നമ്മളെ വല്ലാതെ പൊള്ളിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ഇതിനകത്ത് ഭാരപ്പെടുത്തുന്ന, മുറിപ്പെടുത്തുന്ന വിചാരങ്ങളുണ്ട്. മറ്റൊന്നുമല്ല,
ആ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലം തീർന്നതിൻ്റെ ഒരു ഓർമ്മ കൂടിയാണല്ലോ ക്രിസ്തുമസ്. ശരിക്കും ആ സ്വർഗവും ഭൂമിയും അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലം ഓരോ ദിവസവും ഓരോ നിമിഷവും കൂടുകയായിരുന്നു. അകലം തീർപ്പാനായിട്ട് ദൈവം ഏതെല്ലാം വിധത്തിൽ ശ്രമിച്ചു. ആരംഭത്തിൽ നമ്മൾ കണ്ടു, കായൻ അകന്നു പോകും തോറും കായനോടൊപ്പമാണെന്ന് ഓർമ്മപ്പെടുത്തിയ ഒരു ദൈവാനുഭവം. ഞാൻ നിൻ്റെ ഒപ്പമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി. അവൻ്റെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങളെ, അവൻ എത്തിച്ചേരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ മുഖങ്ങളെപ്പോലും ദൈവം അവന് വിവരിച്ച് അവനെ ഓർമ്മപ്പെടുത്തി അവൻ്റെ ഒപ്പമാണെന്ന് അവനെ അറിയിച്ചൊരു ദൈവാനുഭവം. എന്നിട്ടും എന്തുമാത്രം അകന്നാ പോവുകയാണ്. കാലാകാലങ്ങളിൽ തലമുറകളായി പ്രവാചകന്മാരിലൂടെ, നേതാക്കന്മാരിലൂടെ, ആത്മീയ ഗുരുക്കന്മാരിലൊക്കെ ദൈവം ഈ തൻ്റെ ജനത്തെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുവാനായിട്ട്, സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് എന്തുമാത്രം ദൈവം പ്രയത്നിച്ചു. യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം? വളവും വെള്ളവും നൽകി എല്ലാ ചെടികളെയും ഞാൻ പരിപാലിച്ചു. ഇതിൽ കൂടുതൽ അവയ്ക്ക് ഒന്നും കൊടുക്കാനില്ല. എന്നിട്ടും അവ കഴിക്കുന്ന കാട്ടുമുന്തിരിങ്ങ ഫലം എങ്ങനെ തന്നെനിക്ക്? അപ്പോൾ എന്തുമാത്രം നന്ദികേട് തൻ്റെ ദൈവത്തോട്, ഉടയവനോട്, സൃഷ്ടാവിനോട് മനുഷ്യർ പുലർത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അങ്ങനെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലം ദിനം പ്രതി, നിമിഷം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ, ദൈവവും മനുഷ്യനും തമ്മിൽ അതുപോലെ അകന്നു പോകുന്ന സാഹചര്യത്തിൽ അവരുടെ അകൽച്ചയില്ലായ്മ ചെയ്തതിൻ്റെ ഓർമ്മ കൂടിയാണ് സത്യത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത്. അങ്ങനെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലം തീരുകയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലം തീരുകയും ചെയ്യാൻ പാകത്തിന് സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു. ആ ഒരു ഓർമ്മ കൂടിയാണല്ലോ ക്രിസ്മസ്. അതിനെ നമ്മൾ സമുചിതമായിട്ട് കൊണ്ടാടുമ്പോൾ ഒരു കാര്യം ഉറപ്പുവരുത്തുക, ദൈവവും ഞാനും തമ്മിലുള്ള അകലം തീരേണ്ടതും ഇവിടെ ആവശ്യമാണ്. ദൈവവും ഞാനും തമ്മിലുള്ള എല്ലാ അകലങ്ങളും അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഒപ്പം ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവരെന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയും ഉറപ്പു തരികയും ചെയ്യുന്ന ഭൂമിയിലെ മനുഷ്യരോട് ഞാൻ പുലർത്തുന്ന എല്ലാ അകലങ്ങളും ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് ഈ ഒരു കാലം എന്നെ നിർബന്ധിക്കണ്ടേ? ഈ ക്രിസ്മസ് എനിക്ക് തരേണ്ട ഏറ്റവും വലിയ സന്ദേശം അതാണ്. ഭൂമിയിലെ രണ്ടു പേർക്കിടയിലെ എല്ലാ അകലങ്ങളെയും ഒന്ന് അകറ്റുവാനായിട്ട്, അകലങ്ങളെ ഒന്ന് ഇല്ലാതാക്കാനായിട്ട് ഒരു ശ്രമം നടത്തിക്കൂടി. വിനായക നിർമ്മലിൻ്റെ നല്ലൊരു പുസ്തകമല്ലേ, രണ്ടു പേർക്കിടയിൽ ഒരു പുഴയുണ്ട്. ഒരു സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, കരുണയുടെ, അനുകമ്പയുടെ, ആഭിമുഖത്തിൻ്റെ ഒക്കെ ഒരു പുഴ രണ്ടു പേർക്കിടയിലുണ്ടത്രേ. അതെല്ലാം വറ്റി വരണ്ടു പോയില്ല. ഒരു നനവുമില്ലാത്ത വിധത്തിൽ, ഒരു ആർദ്രതയുമില്ലാത്ത വിധത്തിൽ മനുഷ്യൻ്റെ മനസ്സ് എന്തുമാത്രം ദുഷ്ടതയാൽ നിറഞ്ഞുപോയി. അപ്പോൾ രണ്ടു പേർക്കിടയിൽ ഉള്ള അകലത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കൂടി ഈ ആത്മീയ മേഖലയിൽ ഭക്തരെന്ന് സ്വയം കരുതുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരം ചില കാര്യങ്ങൾ കൂടി, ഇത്തരം ചില കാര്യങ്ങളൊന്ന് ഉറപ്പുവരുത്താൻ കൂടി ഉത്തരവാദിത്വമുണ്ട് ഒരു ക്രിസ്മസിനോട് ചേർന്ന്. അങ്ങനെയാണ് നമ്മളൊരു വർഷത്തെ കൂടി ഒന്ന് യാത്ര അയക്കേണ്ടത്. ഭൂമിയിലെ എല്ലാ അകലങ്ങളും അവസാനിപ്പിക്കത്ത വിധത്തിൽ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലം അവസാനിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ പ്രതിനിധികളായ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ ഭൂമിയിലെ എല്ലാ മനുഷ്യരും അവരവർക്കിടയിലെ എല്ലാ അകലങ്ങളെയും ഒന്ന് പറഞ്ഞവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. രണ്ട് മനുഷ്യർ കാട്ടിലാവപ്പെട്ടു പോയി. കാട്ടിലാവപ്പെട്ടു പോയ രണ്ട് മനുഷ്യരെ വിശന്നു വലഞ്ഞൊരു കടുവ കണ്ടെത്തുകയാണ്. കഥയാണ്. കടുവ അവരെ ഓടിക്കാൻ തുടങ്ങി. അവർക്കറിയാം ഈ ഓട്ടം കൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കടുവയുടെ വായിൽ ഇരയായിട്ട് അകപ്പെടും. എന്നാലും അവർ അവസാനത്തോളം പ്രാണനെ കൈപ്പിടിച്ചോടുവാൻ തുടങ്ങി. ഓട്ടത്തിനിടയിൽ ആ കടുവ പിറകെ വരുന്നതിൻ്റെ മുരൾച്ച കേൾക്കുന്നുണ്ട്. കാട് കുറേ കൂടി നിഗൂഢമാകുകയും ഇരുൾ നിറഞ്ഞതാകുകയും ചെയ്യുമ്പോൾ ഒരുവൻ മറ്റൊരുവനോട് പറയുകയാണ്, ഇനി നമ്മളിനി ഓടിയിട്ട് കാര്യമില്ല. ആ കടുവ തൊട്ട് പുറകിലെത്തി. ഈ എത്ര നേരമാണ് നമ്മളിങ്ങനെ ഓടാൻ തുടങ്ങിയിട്ട്, ഇതിനോട് ജയിക്കാനാവില്ല, നമുക്കിത് അവസാനിപ്പിക്കാം. അപ്പോൾ തൊട്ട് മുമ്പിൽ ഓടുന്നവനെ തിരിഞ്ഞു പോലും നോക്കാതെ തൻ്റെ ചങ്ങാതിയോട് പറയുകയാണ്, അതിന് ഞാൻ കടുവായിൽ നിന്നല്ലല്ലോ ഓടുന്നത്, ഞാൻ നിന്നിൽ നിന്നാണ് ഓടുന്നത്. കാരണം വിശന്ന് പിറകെ വരുന്ന കടുവായിക്ക് ആരെങ്കിലും ഒരാളെ മതിയല്ലോ. ഞാൻ ഓടുന്നത് കടുവായോടല്ല, കടുവായുമായി അല്ല ഞാനൊരു മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് നിന്നോടാ. നിന്നേക്കാൾ ഒരു ചുവട് മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. ഇതോടുകൂടി
അല്പം പിറകിലായിപ്പോയ ചങ്ങാതി ഓട്ടം നിൽക്കുക. ഇനി ഞാനെന്തിനാ ഓടുന്നേ? എൻ്റെ പ്രാണനെ ഞാൻ രക്ഷിച്ചുകൊണ്ട് എന്ത് നേട്ടമുള്ളേ? കാരണം കൂടപ്പുറപ്പെന്ന് കരുതാവുന്ന ഒരാൾ പറഞ്ഞ വാക്കുകളാണ്, ഞാൻ കടുവായിൽ നിന്നല്ല ഓടുന്നത്. അതോടുകൂടി രണ്ടാമനെ പിറകിലായവനെ കടുവ പിടിക്കുകയും കടുവ തൃപ്തനാകുകയും ഒന്നാമൻ രക്ഷപ്പെടുകയും ചെയ്യും. അയാൾ എങ്ങോട്ട് രക്ഷപ്പെടുന്നു എന്നുള്ളത് പിന്നത്തെ ഒരു ചോദ്യമാണ്. അപ്പോൾ ക്രിസ്മസ് മനുഷ്യർക്കിടയിലെ അകലം അവസാനിപ്പിക്കേണ്ട ഒരു കാലവും കൂടിയാണ്. ദൈവം അകലം അവസാനിപ്പിച്ച് ഭൂമിയിലേക്ക് എത്തിയെങ്കിൽ അതിനെ നമ്മൾ വർണ്ണ സബളമായി കൊണ്ടാടുന്നുവെങ്കിൽ പരസ്പരമുള്ള അകലങ്ങളെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. രണ്ടു പേർക്കിടയിലെ എല്ലാ ബന്ധങ്ങളെയും ഒന്നും കൂടി നിർമ്മലമാക്കാനായിട്ട് കുറേ കൂടി കരുതലും കാവലും സ്നേഹവും ഒക്കെ അതിനകത്തുനിന്ന് ഉറപ്പുവരുത്താനായിട്ടൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ക്രിസ്മസ് അത്തരം ചില കാര്യങ്ങളിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നില്ല എങ്കിൽ ഇത് വെള്ളത്തിൽ വരച്ചൊരു വര പോലെ മാത്രമാകുകയാണ്. ഓർത്തു നോക്കിക്കുക, ഓരോരുത്തരും അവനവൻ്റെ ആയുസ്സിൻ്റെ എണ്ണത്തോളം ക്രിസ്മസിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ എവിടെ നിന്ന് നമ്മളിനി തിരുത്തി തുടങ്ങണം? ഇത്രയേ ഉള്ളൂ ക്രിസ്മസ് വിചാരം. നമുക്കതിനെ ഒന്നുകൂടി സംഗ്രഹിച്ചാൽ അതിങ്ങനെയാണ്: അമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നുള്ളൊരു വിചാരമാണ്. ദൈവത്തോടൊപ്പമാണ് നമ്മളെന്ന് എന്നതിനേക്കാളും അപ്പുറത്ത് അതിനൊരു ഗ്രാവിറ്റി ഉണ്ട്. ദൈവം നമ്മുടെ കൂടെയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ദൈവം വാക്ക് മാറാത്തവനും വാക്ക് പാലിക്കുന്നവനുമാണ്. അതുകൊണ്ട് ആ ദൈവം എപ്പോഴും എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതകരമായ വഴികളിലൂടെ ജീവിപ്പാനായിട്ട് എനിക്ക് എന്തുമാത്രം ഒരു ഉത്തരവാദിത്വവും വിളിയുമുണ്ട്. ആ വിളിയെ അവഗണിച്ച് കളയരുതിനി. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് പുറകോട്ട് പോകരുതെന്നുകൂടി ഒരു ക്രിസ്മസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതൊരു വെളിച്ചത്തിൻ്റെ ഉത്സവം കൂടിയാണ് ക്രിസ്മസ്. അതൊരു നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം നമ്മൾ അവസാനിപ്പിക്കാതെ ഹൃദയത്തിനകത്ത് ആ വെളിച്ചമുണ്ടാവണം, ഭവനത്തിനകത്ത് ആ വെളിച്ചമുണ്ടാവണം. ഇരുള് പിടിച്ച ജീവിതത്തിനകത്ത് യേശു ആവുന്നൊരു വെളിച്ചം കടന്നു വരുമ്പോൾ അത് ഏതൊരു പാതിരാ നേരമാണെങ്കിലും അവിടെ ഒരു പ്രകാശമുണ്ടാവും. ആ പ്രകാശത്തിൻ്റെ സഹായത്താൽ ജീവിതത്തെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അവിടെ നമുക്ക് വീണ് കിട്ടുന്നൊരു വലിയ വിചാരം എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലം അവസാനിച്ചു എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഒരു തവണ നേറ്റ് പറയുമ്പോൾ ആ ഒരുപാട് തവണ ആവർത്തിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ രൂപവും ഛായയിലുമായിരിക്കുന്ന മനുഷ്യർക്കിടയിലെ അകലങ്ങളെ അവസാനിപ്പിക്കുവാനായിട്ട് അത് നമുക്കൊരു കൃപയുടെ ശക്തി പകർന്നു തരും. അങ്ങനെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഭൂമിയുടെ തന്നെ ഒരു പ്രകാശത്തിൻ്റെ ഉത്സവമായിട്ട് മാറും. അങ്ങനെയാകുമ്പോൾ ഓരോ ഭവനവും ഒരു പരിപൂർണ ക്രിസ്തു നക്ഷത്രമായിട്ട് മാറും. ഓരോ ഭവനവും ഒരു പരിപൂർണ ക്രിസ്തു നക്ഷത്രമായി മാറുമ്പോൾ ആ ഭവനത്തിലെ ഓരോരുത്തരും ക്രിസ്തുവിനെ വിളിച്ചോതുന്ന നക്ഷത്രങ്ങളായിട്ട് മാറും. ആ നക്ഷത്രത്തെ കണ്ട് അതിൻ്റെ പ്രകാശത്താൽ വഴി തെളിച്ചു കിട്ടി ആ ഭവനത്തിലേക്ക് എത്തുന്ന ഏതൊരാൾക്കും ഒരു നല്ല ക്രിസ്തു അനുഭവം അവരെ കാത്തിരിപ്പുണ്ടാവും. അത്തരമൊരു നല്ല ക്രിസ്തു അനുഭവത്തിലേക്ക് പ്രാർത്ഥനയോടെ എത്തിച്ചേരാനായിട്ട് ഈ നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് മംഗളങ്ങൾ പ്രാർത്ഥനയോടെ നേരുന്നു. ആമേൻ. ദൂരെ ദൂരെ മിന്നിത്തെന്നും താരങ്ങൾ കേൾക്കുന്നിതാ, ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. ഒന്നായി ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി പാടിടാം. ഒന്നായി ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി